ഹലോ വെൽക്കം ബാക്ക് ടു യമ്മി മലബാർ. ഇന്ന് നമ്മൾ ഒരു കപ്പ് അളവിൽ ഗോതമ്പ് പൊടി കൊണ്ട് ചെയ്തെടുക്കുന്ന ഒരു കിഡിലൻ സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ആയിട്ട് യമ്മി മലബാർ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം നമുക്ക് ഒരു അരിപ്പയിലേക്ക് ഒരു കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഗോതമ്പ് പൊടിക്ക് പകരം മൈദയും യൂസ് ചെയ്യാം. അപ്പോൾ ഗോതമ്പ് പൊടി ആയതിൻ്റെ പേരിലാണ് ഇങ്ങനെ അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കുന്നത്. വലിയ തരികളൊക്കെ ഉണ്ടെങ്കിൽ അത് പോവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത്. മൈദയാണെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. അരിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ അളവിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. അപ്പോൾ ഈ ഈസ്റ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ അളവിൽ ചേർക്കാം. അപ്പോൾ ഈസ്റ്റ് ചേർക്കുമ്പോഴേക്കും ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നുണ്ട് നമ്മുടെ ഈ സ്നാക്കിന്. അപ്പോൾ ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാനിതിലേക്ക് നേരിട്ട് തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് അല്ലാത്ത ഈസ്റ്റാണ്, അതായത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് അല്ല നിങ്ങൾ എടുക്കുന്നത് എങ്കിൽ നിങ്ങൾ 1 ടീസ്പൂൺ അളവിൽ എടുത്തിട്ട് ചെറിയ ചൂടുള്ള ഒരല്പം ഒരു 1/4 കപ്പ് അളവിൽ ചെറിയ ചൂടുള്ള വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മൾ ഈ മാവിലേക്ക് ഇട്ടിട്ട് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഇൻസ്റ്റൻ്റ് അല്ലാത്ത ഈസ്റ്റ് വെച്ചിട്ട് ഞാനൊരു പിസ്സ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ അളവിൽ ഈസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാക്കിൻ്റെ റേറ്റ് വന്നിട്ട് 43 രൂപയാണ്. പല സ്ഥലങ്ങളിലും പല റേറ്റ് തന്നെയായിരിക്കും. അപ്പോൾ ഇതിലേക്ക് പിന്നെ അടുത്തതായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ, സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയൊന്നും യൂസ് ചെയ്യരുത്. ഏതെങ്കിലും 1 ഫ്ലേവേർഡ് ആയിട്ടുള്ള ഓയിൽ യൂസ് ചെയ്യണം. എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ പാലും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ പാൽ ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഞാൻ ഒന്നും കൂടി നല്ലൊരു ടേസ്റ്റിനായിട്ട് പാൽ ചേർത്തു എന്ന് മാത്രം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കുറച്ചായിട്ട് ചേർത്തിട്ട് നല്ല ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് ചപ്പാത്തി മാവ് കുഴച്ചെടുക്കുന്നതിനേക്കാളും ഒരു ഇത്തിരിയും കൂടി സോഫ്റ്റായിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. എന്ന് വെച്ചിട്ട് നമ്മൾ ഡോണറ്റൊക്കെ ചെയ്തെടുക്കുന്ന പോലെ നല്ല സ്റ്റിക്കി ആയിട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിത് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകും. അപ്പോൾ ഞാനിത് കുഴച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ദേ നമ്മുടെ മാവെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും നമുക്കിത് പൊങ്ങി വരാനായിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പം നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ചൂടിനനുസരിച്ചിട്ടിരിക്കും ഇത് പൊങ്ങി വരുന്ന ടൈം. ഞാനിപ്പോൾ ഒരു 1.5-2 മണിക്കൂറിൻ്റെ അടുത്തെടുത്തിട്ടുണ്ട് ഇതൊന്ന് പൊങ്ങി വരാനായിട്ട്. അപ്പം ചെറുതായിട്ട് ചൂടുള്ള സ്ഥലത്തൊക്കെ ഇത് കൊണ്ടുവച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്കിത് പൊങ്ങി കിട്ടും. അപ്പോൾ ഇതാ നമ്മുടെ മാവ് ഇവിടെ ഞാനൊരു 2 മണിക്കൂറിന് അടുത്ത് ആയിട്ടുണ്ട്. ഒന്ന് തുറന്നു നോക്കിയപ്പം ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കൈ വെച്ചിട്ട് വീണ്ടും ഒന്ന് കുഴച്ചെടുക്കാം. വീണ്ടും നല്ല സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ബോൾസ് ആക്കിയിട്ട് മാറ്റിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ബോൾസാക്കി മാറ്റിയെടുക്കാനായിട്ട് പോവുകയാണ്. എന്നിട്ട് ശേഷം നമുക്ക് ഇത് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ ഒരു അല്പം ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു തുണി വെച്ചിട്ട് കവർ ചെയ്തിട്ട് നമുക്കൊരു 15 മിനിറ്റ് വീണ്ടും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഇതാ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് തുറന്നെടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മുടെ ബോൾസ് എല്ലാം വീർത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഡീപ്പ് ഫ്രൈ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാനൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ ബോൾസ് ഓരോന്നും ഇട്ട് കൊടുത്തതിന് ശേഷം വളരെ ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷമാണ് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. കാരണം ഇത് പെട്ടെന്ന് ഇതിൻ്റെ പുറം ഭാഗം പെട്ടെന്ന് തന്നെ അങ്ങ് കരിഞ്ഞു പോകും, ക്രിസ്പി ആയിട്ട് വരും ചെയ്യും. അപ്പോൾ നമ്മളിത് കുക്കായി എന്ന് കരുതിയിട്ട് അങ്ങ് എടുത്ത് മാറ്റും. പക്ഷേ നമ്മളിത് വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉൾവശം ഒട്ടും തന്നെ കുക്കായിട്ട് വരില്ല. ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇതൊരു മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്ക് തിരിച്ചും മറിച്ചു വിട്ടിട്ട് എല്ലാ സൈഡും ഒരേപോലെ കുക്ക് ചെയ്തെടുക്കാനായിട്ടും ശ്രദ്ധിക്കണം. അപ്പോൾ ദേ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഇത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ഫ്രൈ ചെയ്യുമ്പോഴുള്ള കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഇത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു സ്നാക്ക് റെസിപ്പിയാണിത്. എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമാകും.
കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും ഇത് കണ്ടാൽ വിടില്ല. അത്രയും ടേസ്റ്റാണ്. നമ്മളിത് ചോദിച്ചു കൊണ്ടേയിരിക്കും. അത്ര ടേസ്റ്റാണ്. നമുക്ക് എത്ര കഴിച്ചാലും മതിയും വരില്ല. അപ്പോൾ ഞാനിത് സെർവ് ചെയ്യുന്നത് ഇതിൻ്റെ കൂടെ മയോണൈസും കൂടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ മയോണൈസ് ബെസ്റ്റ് കോമ്പിനേഷനാണ്. നിങ്ങൾ ഇത് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മയോണൈസ് ചെയ്തെടുക്കണം. അപ്പോൾ മയോണൈസിൻ്റെ റെസിപ്പി ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയിട്ട് കണ്ടു നോക്കുക. വളരെ സിമ്പിളാണ്. അപ്പോൾ ഇത്രയും നമ്മുടെ ഈ സ്നാക്കിനായിട്ട് ഒരു മുട്ട വെച്ചിട്ട് നമുക്ക് മയോണൈസ് ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ മയോണൈസിൻ്റെ റെസിപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. മയോണൈസ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൊമാറ്റോ സോസ് കൂട്ടി കഴിക്കാം. അല്ലെങ്കിൽ വെറും നല്ല ചൂട് കട്ടൻ ചായൻ്റെ കൂടെ ഇത് കഴിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇത് മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്